بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم إنا نسألك خير هذا اليوم وخير ما بعده ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ادخلوا في السلم كافة. പരിപൂർണ മുസ്ലിമാകാൻ, ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ എന്നെയും ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനാണ് ഈ സമയം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉപദേശിക്കാൻ എന്നേക്കാൾ അറിവുകൊണ്ടും അനുഭവം കൊണ്ടും പ്രായം കൊണ്ടും ശ്രേഷ്ഠരായ ആളുകളുണ്ട്. എന്നിരുന്നാലും കൂടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് മാത്രം ഒരോർമ്മപ്പെടുത്തൽ എന്ന ബാബിൽ മാത്രം സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് തൗഫീഖ് നൽകുന്നവൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്തിൽ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താനിൻ്റെ പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ അനുഗമിക്കരുത്, പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷനായ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കവേ ആധുനികരായ മുഫസ്സിറുകളിൽ പ്രമുഖനായ മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കുറിച്ചു, ഹാദാ അംറുൻ മിനല്ലാഹി തആല ലിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ മുഅ്മിനുകളോടും കൽപ്പിച്ചവൻ്റെ കൽപ്പനയാണിത്. മഹാനായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ മുഫസ്സിറുകളിൽ എണ്ണപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു എന്ന് നിങ്ങൾ ഖുർആനിൽ ഓതിയാൽ, വായിച്ചാൽ, അല്ലയോ ഈമാനുള്ളവരെ എന്ന് നിങ്ങൾ കേട്ടാൽ, നിങ്ങളുടെ കാത് നിങ്ങൾ കൂർപ്പിച്ചു വെക്കുക, സാഗൂതം ശ്രദ്ധിക്കുക. ഇമ്മ ഖൈറുൻ യഅ്മുറു ബി വ ഇമ്മ ശർറുൻ യുൻഹാ അൻഹു ഔ കമാ ഖാല റളിയല്ലാഹു അൻഹു, ഒന്നുകിൽ ഒരു നന്മ കൽപ്പിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ഒരു തിന്മ വിലക്കപ്പെടുന്നുണ്ടാകും. രണ്ടാലൊരു കാര്യം നിർബന്ധമാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ എന്ന വിളി കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതെ, അള്ളാഹു നമ്മെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കുക. ഐ ഫി ജമീഇ ശറാഇദ്ദീൻ വലാ യത്റുകൂ മിൻഹാ ശൈഅ, ദീനിൻ്റെ മുഴുവൻ നിയമങ്ങളിൽ നിങ്ങൾ സമ്പൂർണ്ണമായി പ്രവേശിക്കുക, അതിൽ നിന്നൊന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. വഅല്ലാ യകൂനു മിമ്മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, തങ്ങളുടെ തന്നിഷ്ടങ്ങളും തോന്നിവാസങ്ങളും ആരാധ്യന്മാരാക്കി സ്വീകരിച്ച, തങ്ങളുടെ ഹവകളെ ഇലാഹായി സ്വീകരിച്ചവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റരുത്. അവരെപ്പോലെ തോന്നിവാസികളാകരുത്. ഇസ്ലാമിലേക്ക് നിങ്ങൾ സമ്പൂർണ്ണമായി പ്രവേശിക്കുക. ഇൻ വാഫഖൽ അംർ അൽ മശ്റൂഉ ഹവാഹു ഫഅല വ ഇൻ ഖാലഫഹു തറക, തങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഇലാഹാക്കിയവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഇച്ഛകൾക്ക്
ദീനിൻ്റെ നിയമങ്ങൾ യോജിച്ചാൽ അവരത് പ്രവർത്തിക്കും. അവരുടെ താല്പര്യങ്ങൾക്ക് ദീനിൻ്റെ അധ്യാപനങ്ങൾ എതിരായാൽ അവരത് ഒഴിവാക്കും. നിങ്ങളങ്ങനെയാകരുത്. ബലിൽ വാജിബു അൻ യകൂന അൽ ഹവാ തബഅൻ ലിദ്ദീൻ. മറിച്ച് നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഇഷ്ടങ്ങളെ ദീനിനെ തുടർത്തുക എന്നതാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ ദീനിനെ പിന്തുടർന്നു വരണമെന്നതാണ്. ദീനിനെ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുഗമിക്കണമെന്നതാണ്. വഅൻ യഫ്അല കുല്ല മാ യഖ്ദിറു അലൈഹി. അല്ലാഹുവിൻ്റെ കൽപ്പനകളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കണം. മിൻ അഫ്ആലിൽ ഖൈർ. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള നന്മകളാകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കണം. വമാ യഅ്ജിസു അൻഹു യൽതസിമുഹു വയൻവീഹി ഫയുദ്രികുഹു ബിനിയ്യതിഹി. എന്നാൽ എല്ലാ നന്മകളും എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് കഴിയാത്തതുണ്ടാകും, നിങ്ങൾക്ക് സാധിക്കാത്തതുണ്ടാകും. അതെന്തു ചെയ്യണം? നിങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുകയും മനസ്സുകൊണ്ട് അതാഗ്രഹിക്കുകയും വേണം. അതെത്തിപ്പിടിക്കാൻ, അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ നല്ല നീയത്ത് നിങ്ങൾ സ്വരുക്കൂട്ടണം. എങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ നല്ല ഉദ്ദേശം കൊണ്ട് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നേടാൻ സാധിച്ചേക്കും. ഇങ്ങനെ ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെന്നിരിക്കെ എന്താണ് അതിനുള്ള മാർഗം? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത്, വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ. ശൈത്താൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കേണ്ടത്. ശൈത്താൻ അവൻ്റെ ദുർബോധനങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ശൈത്താൻ നിങ്ങളെ ക്ഷണിക്കുന്ന വഴികൾ അതിനോട് നിങ്ങൾ എതിരിടണം. ശൈത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരെ നിങ്ങൾ സഞ്ചരിക്കണം. ശൈത്താൻ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫിൽ അമലി ബിമആസില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന തിന്മകൾ പ്രവർത്തിക്കാനാണ്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായ ശത്രുവാണ്. അൽ അദുവുൽ മുബീൻ ലാ യഅ്മുറു ഇല്ലാ ബിസൂഇ വൽ ഫഹ്ശാ വമാ ബിഹി അദ്ദററ അലൈക്കും. പ്രത്യക്ഷനായ ശത്രു, വ്യക്തമായ ശത്രു എന്ന് പറയപ്പെട്ട ഈ ശൈത്താൻ നിങ്ങളോട് വൃത്തികേടുകളും തോന്നിവാസവും അല്ലാതെ മറ്റൊന്നും കൽപ്പിക്കുകയില്ല. നന്മകൾ അവൻ കൽപ്പിക്കുകയില്ല. നിങ്ങളുടെ ദീനും ദുനിയാവും നഷ്ടത്തിലാക്കുന്ന, നാശത്തിലാക്കുന്ന തോന്നിവാസങ്ങൾ മാത്രമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുക എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കുറിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട പാഠം, ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിൻ പടി ബാധ്യസ്ഥരാണ്. എന്താണ് അതിനുള്ള മാർഗം? ശൈത്താൻ്റെ വഴികളെ, കാൽപ്പാടുകളെ പിന്തുടരാതിരിക്കുക എന്നതാണ്. ശൈത്താൻ്റെ മാർഗത്തെ സമ്പൂർണ്ണമായി വെടിഞ്ഞാലേ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണമായ പാതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ ശൈത്താൻ അവൻ മാനവരാശിക്കുമേൽ സ്ഥാപിക്കുന്ന ശത്രുത, അള്ളാഹു വകവെച്ചു കൊടുത്ത ശത്രുത നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവൻ അവൻ്റെ കൂട്ടാളികളെ, അവൻ്റെ അനുയായികളെ ക്ഷണിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പോകാനാണ്, നരകാവകാശികളായി തീരാനാണ്. സഹോദരങ്ങളെ, ഈ ശൈത്താന്മാർ രണ്ടു വിധത്തിലുണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നു. ഷയാത്തീനുൽ ഇൻസ് വശയാത്തീനുൽ ജിൻ. ജിന്നുകളിൽപ്പെട്ട സാക്ഷാൽ പിശാചുക്കളും, പിശാചുക്കൾ ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാർ, അതുപോലെ തന്നെ മനുഷ്യരിൽപ്പെട്ട, മനുഷ്യവർഗത്തിൽപ്പെട്ട അവരുടെ പ്രതിനിധികളായ മറ്റു ശൈത്താന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ അമ്പിയാക്കൾക്കും ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഷയാത്തീനൽ ഇൻസി വൽ ജിൻ. ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നുമുള്ള ശൈത്താന്മാർ. ഷയാത്തീനുൽ ഇൻസി വൽ ജിൻ. ജിന്നുകളിൽ മാത്രമല്ല, മനുഷ്യന്മാരിലും പിശാചുക്കളുണ്ട്. സാക്ഷാൽ ജിന്നുകളിലെ പിശാചുക്കളുടെ പണി
മനുഷ്യവർഗത്തിലെടുക്കുന്ന അവരുടെ പ്രതിനിധികൾ, പിശാചുക്കൾ, യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ, അവർ പരസ്പരം, ഈ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ, ശൈത്താന്മാർ, അവർ പരസ്പരം വഞ്ചിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ, ദുർബോധനങ്ങൾ പരസ്പരം കൈമാറുന്നു, മനുഷ്യരെ പിഴപ്പിക്കാൻ, മനുഷ്യരെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക്, വഴികേടിലേക്ക് ആനയിക്കാൻ. സഹോദരങ്ങളെ, അപ്പോൾ ശൈത്താൻ അവൻ നമ്മുടെ ശത്രുവാണ്. ഈ ശൈത്താൻ അവൻ്റെ ശത്രുത നമ്മിലേക്ക് അഴിച്ചുവിടുകയും നമ്മെ ഇസ്ലാമിൻ്റെ മനോഹരമായ സ്വച്ഛന്തമായ ഒരേ ഒരു മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ശൈത്താൻ മനുഷ്യരെ വരുതിയിലാക്കുന്ന, മനുഷ്യരെ വഴികേടിലേക്ക് നയിക്കുന്ന അവൻ്റെ കടമ്പകൾ, അവൻ വെക്കുന്ന ഹർഡിൽസ്, അവൻ്റെ പ്രവേശന കവാടങ്ങൾ, അവൻ മനുഷ്യരിലേക്ക് വരുന്ന തുരങ്കങ്ങൾ, ഇത് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചായി നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങൾ, ഒന്നാമതായി ശൈത്താൻ മനുഷ്യന് മുമ്പിൽ സ്ഥാപിക്കുന്ന, ശൈത്താൻ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ വെക്കുന്ന ചില അഖബാത്തുകളുണ്ട്, ചില കടമ്പകൾ. ഒന്നാമതായി കുഫറിൻ്റെയും ശിർക്കിൻ്റെയും കടമ്പയാണ് അവൻ സ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സംശയമുണ്ടാക്കുന്ന, റബ്ബിലുള്ള ഈമാനിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന, പരലോക വിശ്വാസത്തിൽ നമ്മുടെ ഈമാൻ അവതാളത്തിലാക്കുന്ന, തൗഹീദിൽ സംശയമുണ്ടാക്കുന്ന, ശിർക്ക് തൗഹീദായും തൗഹീദ് ശിർക്കായും, ഖൈർ ഷർറായും ഷർ ഖൈറായും, ഹഖ് ബാത്തിലായും ബാത്തിൽ ഹക്കായും നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും കടമ്പകൾ അവൻ നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കും. ഈ കടമ്പകൾ നമ്മൾ ചാടിക്കടന്നിട്ടില്ലെങ്കിൽ, ഷിർക്കിൻ്റെ വലുതും ചെറുതുമായ രൂപം, കുഫറിൻ്റെ ചെറുതും വലുതുമായ രൂപം, അതിൻ്റെ വകഭേദങ്ങൾ, ഇത് ഈമാൻ കൊണ്ട്, ശരിയായ ഇസ്ലാം കൊണ്ട്, അടിയുറച്ച അഖീദയിൽ ബലിഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ വകഞ്ഞു മാറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളതിൽ വീണുപോയാൽ അതേ പിശാച് അവൻ്റെ സകല ശത്രുതയുടെ അഗ്നിയും തീജ്വാലകളും കെടുത്തിക്കളയും. അവൻ നമ്മെ വരുതിലാക്കി കഴിഞ്ഞു. കുഫറിലും ശിർക്കിലും കൊണ്ടുപോയി ചാടിച്ചാൽ പിന്നെ അവന് പണിയില്ല. കുഫറിലും ശിർക്കിലുമാകുന്ന ആളുകൾ, അവർക്കുമേലുള്ള പിശാചിൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും കടമ്പകൾ ചാടിക്കടക്കുന്നവർ, ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും ഗുണങ്ങൾ അഖീദയായി, വിശ്വാസമായി, വാക്കായി, പ്രവൃത്തിയായി ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവർ, ഈ കടമ്പകൾ പിന്നിടുന്നവർ, അവർക്ക് മുമ്പിലതാ ശൈത്താൻ മറ്റൊരു അഖബ സ്ഥാപിക്കും. അഖബത്തുൽ ബിദ്അ, ബിദ്അത്തിൻ്റെ അഖബയാണത്. ബിദ്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, സിറാത്തുൽ മുസ്തഖീം, അതിൻ്റെ ശരിയായ വിശ്വാസത്തിനെതിരായ ബിദ്അയായ വിശ്വാസങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പുള്ള ക്ലാസ്സുകളിൽ കേട്ടിരിക്കാം. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദക്കെതിരായ ബിദ്അയായ വിശ്വാസങ്ങൾ, ഖാരിജിയത്തിൻ്റെ വിശ്വാസങ്ങൾ, മുർജിഅത്തിൻ്റെ വിശ്വാസങ്ങൾ, തക്ഫീരി ചിന്താഗതികൾ, അത് വളർന്നാൽ ഒരു പക്ഷേ കുഫറിലേക്ക് എത്താവുന്ന ഷിയഅത്തിൻ്റെ വിശ്വാസങ്ങൾ, ഇങ്ങനെ ബിദ്അയായ, ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെടാത്ത, സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജിൽ സ്ഥിരപ്പെടാത്ത അഖീദയെ ബാധിക്കുന്ന ബിദ്അത്തുകൾ, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ അമലുകളിൽ ബാധിക്കുന്ന, അനുഷ്ഠാന രംഗത്ത് ബാധിക്കുന്ന ബിദ്അത്തുകൾ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത പുത്തനാരാജ ആചാരങ്ങൾ, ഈ ബിദ്അത്തുകളുടെ അഖബ ശൈത്താൻ പിന്നീട് സ്ഥാപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ചവർ, ശരിയായ സുന്നത്തിൻ്റെ വെളിച്ചം അത് ജീവിതത്തിൽ ഏന്തുന്നവർ, അവർ ഈ ബിദ്അത്തിൻ്റെ അഖബ മറികടക്കുന്നതാണ്. പിന്നെ മൂന്നാമതായി ശൈത്താൻ അവരുടെ മുമ്പിൽ മറ്റൊരു അഖബ സ്ഥാപിക്കും. ഷിർക്കും കുഫറും ബിദ്അത്തുകളും അവർ വകഞ്ഞു മാറ്റിയാൽ ശൈത്താൻ്റെ പിന്നെയുള്ള അഖബ എന്താണ്? ശൈത്താൻ പിന്നെ സ്ഥാപിക്കുന്ന ഹദ്ദിൽ എന്താണ്? അഖബത്തുൽ കബായിർ, വൻപാപങ്ങളുടെ അഖബയാണ്.
വൻപാപങ്ങൾ അതവന് മനോഹരമായി തോന്നിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ശക്തമായി വിലക്കിയിട്ടുള്ള ഹറാമുകൾ അത് ഭംഗിവാചകങ്ങളിലൂടെ, മനോഹരമായ പ്രയോഗങ്ങളിലൂടെ ശൈത്താൻ ഭംഗിയാക്കി തോന്നിക്കും. സാക്ഷാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ശൈത്താൻ, ഇബ്ലീസ് അന്ന് പയറ്റിയ അതേ തന്ത്രം, അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തെപ്പറ്റി, വലാ തഖറബ ഹാദിഹി ഷജറ, സമീപിച്ചു പോകരുത് എന്ന് അള്ളാഹു പറഞ്ഞ വൃക്ഷത്തെപ്പറ്റി ശൈത്താൻ വിശേഷിപ്പിച്ച ഭംഗിവാചകം എന്തായിരുന്നു? ഷജറത്തുൽ ഖുൽദ്, ശാശ്വതത്വത്തിൻ്റെ മരമെന്നായിരുന്നു. മുൽകുൻ ലാ യബ്ല, അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചാൽ നിങ്ങൾക്ക് നശിക്കാത്ത അധികാരം സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞത്, മലക്കുകളെ പോലെ. ഇങ്ങനെ എക്കാലത്തും പിശാചുക്കൾ, ശൈത്താന്മാർ, അത് മനുഷ്യരുടെ കൂട്ടത്തിലാകട്ടെ സാക്ഷാൽ ജിന്നുകളുടെ കൂട്ടത്തിലാകട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഹറാമാക്കിയ കാര്യങ്ങളെ മനോഹരമായി സമ്മോഹനമായി തോന്നിപ്പിക്കും. തിന്മയെ നന്മയായും നന്മയെ തിന്മയായും, വ്യഭിചാരത്തെ പ്രണയം, പരിശുദ്ധമായ സ്ത്രീ പുരുഷ ബന്ധം എന്നൊക്കെ പറഞ്ഞവർ മനോഹരമാക്കും. മദ്യപാനത്തെ, ലഹരി ഉപയോഗത്തെ ആണത്തം, പൗരുഷമെന്ന് വിശേഷിപ്പിക്കും. കുഫറിനെയും ശിർക്കിനെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന, അതിൻ്റെ അടിത്തറകളെ പൊളിച്ചു കളയുന്ന അനിസ്ലാമികതകളെയും സ്വാതന്ത്ര്യമെന്നും പുരോഗമനമെന്നും മതസൗഹാർദ്ദമെന്നും മതേതരത്വമെന്നും പറഞ്ഞവർ വിശേഷിപ്പിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ, വിശിഷ്യ വൻപാപങ്ങൾ, അത് മനോഹരമാക്കി തോന്നിപ്പിച്ച് ശൈത്താൻ മനുഷ്യരുടെ മുമ്പിൽ അഖബകൾ സ്ഥാപിക്കും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവർ, ഹിദായത്തിൻ്റെ പ്രകാശം ലഭിച്ചവർ ഈ കടമ്പയും ചാടിക്കടക്കും. ശൈത്താൻ നിർത്തുമോ? നിർത്തുകയില്ല. നാലാമതായി അവൻ മറ്റൊരു കടമ്പ കൂടി സ്ഥാപിക്കും. അഖബത്തു സഗായിർ, വൻപാപങ്ങൾ വിട്ടുകിടന്നാൽ ചെറുപാപങ്ങളുടെ കടമ്പകൾ സ്ഥാപിക്കും. ചെറുപാപങ്ങൾ അതിനെ തീർത്തും ലാഘവ ബുദ്ധിയോടെ വില കുറച്ച് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇതിപ്പോൾ ആരാ ചെയ്യാത്തത്? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നോക്കിയാലൊക്കെ ജീവിക്കാൻ പറ്റുമോ? ആരാണിതിപ്പോൾ ചെയ്യാത്ത കൂട്ടര്? എന്നിങ്ങനെ ചെറിയ തിന്മകളെ വളരെ നിസാരമാക്കി തോന്നിപ്പിച്ചും അതവൻ്റെ ജീവിതത്തിൽ സ്ഥിര സംഭവമായി ചെറിയ തിന്മകളെ ആണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ശൈത്താൻ അവനെ നയിക്കും. സഹോദരങ്ങൾ, ഇങ്ങനെ സംഭവിച്ചാൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഫയകൂനു മുർതകിബുൽ കബീറ അൽ ഖായിഫുൽ വജിൽ അന്നാദിം അഹ്സൻ ഹാലം മിൻ, ചിലപ്പോൾ വൻപാപങ്ങളിൽ വീണുപോയ, ആ വൻപാപം സംഭവിച്ചു പോയല്ലോ എന്ന പ്രയാസത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഖേദമുള്ള ഒരു വൻപാപി അവനേക്കാൾ മോശമായ അവസ്ഥയിൽ ചെറുപാപങ്ങളിൽ ഉറച്ചു പോകുന്നവനായിത്തീരും. കാരണം എന്താ? ചെറുപാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യില്ല സ്വാഭാവികമായും. വൻപാപങ്ങൾ സംഭവിക്കുന്നവർ തെറ്റാണ് എന്ന ബോധ്യത്തോടു കൂടി പേടിച്ചിട്ടായിരിക്കും ജീവിക്കുക. പക്ഷെ ചെറുപാപങ്ങൾ ചെയ്ത് 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 ചെറുപാപങ്ങളിൽ അവൻ ആണ്ടുപോയി കഴിഞ്ഞാൽ, പേടിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ, വൻപാപങ്ങൾ ചെയ്ത് പേടിക്കുന്നവനേക്കാൾ മോശമായ അവസ്ഥയിലാകും അവൻ. മാത്രവുമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, വലാ കബീറ മഅ തൗബതി വൽ ഇസ്തിഗ്ഫാർ, വൻപാപങ്ങൾ ചെയ്യുന്നവൻ അവൻ തൗബ ചെയ്തേക്കാം, ഇസ്തിഗ്ഫാർ ചെയ്തേക്കാം, വൻപാപങ്ങൾ മായ്ക്കപ്പെട്ടേക്കാം. വൻപാപങ്ങൾ ചെയ്യുകയും തൗബയും ഇസ്തിഗ്ഫാറും അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വൻപാപങ്ങൾ ഇല്ലാതെയേക്കാം. പക്ഷേ വലാ സഗീറത മഅൽ ഇസ്റാർ, ചെറുപാപങ്ങളിൽ അവൻ ഉറച്ചുപോയാൽ ആ ചെറുപാപങ്ങൾ പിന്നെ വൻപാപങ്ങളുടെ പദവിയിലേക്ക് ഉയരുകയും ചെയ്തേക്കാം. ചെറുപാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്നില്ല, അവൻ അതിൽ ഉറച്ചുപോയി. എന്ത് സംഭവിക്കും? ചെറുപാപങ്ങൾ, സഗായിറുകൾ വൻപാപങ്ങളുടെ തലത്തിലേക്ക് ഉയരും. വൻപാപങ്ങൾ സംഭവിച്ചവൻ തൗബ ചെയ്തു പോയി, അവൻ്റെ തൗബ കൊണ്ട് വൻപാപങ്ങൾ മായ്ക്കപ്പെടും. അപ്പം ആരവസ്ഥയാണ് മോശമായി തീരുക? ചെറുപാപങ്ങളിൽ ആണ്ടുപോകുന്നവരുടെ അവസ്ഥയാണ്. ഈ കടമ്പയാണ് ശൈത്താൻ നാലാമതായി സ്ഥാപിക്കുക. ഫഇൻ നജൽ അബ്ദ് മിൻ ഹാദിഹിൽ അഖബ തലബഹു ശൈത്താൻ അലൽ അഖബത്തിൽ ഖാമിസ. ഈ കടമ്പയും ഒരു മുസ്ലിം ചാടിക്കടന്നാൽ, എന്തൊക്കെ കടമ്പകളപ്പോൾ കഴിഞ്ഞത്? ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും മഹാ കടമ്പവൻ ചാടിക്കടന്നു. ബിദ്അത്തുകൾ അവൻ വകഞ്ഞു മാറ്റി. മൂന്നാമതായി വൻപാപങ്ങൾ, അതിലകപ്പെടാതെ അവൻ ഒഴിഞ്ഞുമാറി. ചെറുപാപങ്ങളുടെ അതിപ്രസരം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റി, അകറ്റി നിർത്തി. എങ്കിൽ ശൈത്താൻ പിന്നീട് വെക്കുന്ന അഖബ, അഖബത്തുൽ മുബാഹാത്ത്, അള്ളാഹു അനുവദിച്ച മുബാഹായ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിന് ഹലാലാക്കപ്പെട്ട കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, കേവലം ഭൗതികമായ ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കടമ്പകളാണ് ശൈത്താൻ സ്ഥാപിക്കുക.
എങ്ങനെയാണ് ശൈത്താൻ അതിലൂടെ മനുഷ്യനെ പിടികൂടുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരുന്നു, ഫയുഷ്ഗിലുഹു ബിഹാ അനിൽ ഇസ്തിക്സാരി മിനത് തഗാത്ത് വഅനിൽ ഇജ്തിഹാദി ഫി തസവ്വുദി ലിമആദിഹി ثم طمع فيه أن يستدرجه منها إلى ترك السنن. അവനെ നന്മകൾ അധികരിപ്പിക്കുന്നതിൽ നിന്ന് ഹലാലായ മുബാഹായ കാര്യങ്ങളിൽ ശൈത്താൻ തളച്ചിടും. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും, അത് അധികരിപ്പിക്കും. പരലോകത്തേക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി പാതയമൊരുക്കുന്നതിൽ ഐച്ഛികവും അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ള പ്രതിഫലാർഹമാകുന്ന നന്മകളും പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നതിന് പകരം കേവലം ഭൗതികമായ ഹലാലായ കാര്യങ്ങളിൽ അവൻ മുഴുകും, അവനെ തളച്ചിടും. അങ്ങനെ പതുക്കെ പതുക്കെ ശൈത്താൻ അവനെ പിടികൂടും. എങ്ങനെ? ഇലാ തർക്കി സുനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ, ഐച്ഛികമായ സുന്നത്തുകൾ, മുസ്തഹബായ കാര്യങ്ങൾ, നന്മകൾ, അതൊഴിവാക്കുന്നതിലേക്ക് അവനെത്തും. സുമ്മ മിൻ തർക്കി സുനനി ഇലാ തർക്കിൽ വാജിബാത്ത്. അങ്ങനെ ശൈത്താൻ പതിയെ പതിയെ സുന്നത്തുകൾ ഒഴിവാക്കുന്നിടത്ത് അവനെ വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലേക്ക് നയിക്കും. തുടക്കം എവിടുന്നാണ്? ഹലാലായ കാര്യങ്ങളിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഹലാലായ മുബാഹായ കാര്യങ്ങളിലൂടെയാണ്. അത് ചെയ്ത് 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 ഐച്ഛികമായ സുന്നത്തുകളിൽ നിന്ന് അവൻ അശ്രദ്ധയിലാകും, നന്മകൾ അധികരിപ്പിക്കുന്നതിൽ അശ്രദ്ധയിലാവും. പിന്നീട് അത് സുന്നത്തുകൾ ഒഴിവാക്കുന്നിടത്തേക്കും സുന്നത്തുകൾ ഒഴിവാക്കിയിടത്തുനിന്ന് വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്നിടത്തേക്കും അവനെ നയിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഹലാലായ മുബാഹായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വഴി നമുക്ക് സംഭവിക്കുന്ന നഷ്ടം ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? പരലോകത്തേക്ക് വേണ്ടുന്ന ലാഭകരമായ സമ്പാദ്യങ്ങൾ, നന്മകൾ, അത് സ്വരുക്കൂട്ടാൻ നമുക്ക് സാധിക്കാതെ പോകും. അതിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥയെങ്കിലും ഏറ്റവും ചുരുങ്ങിയതെത്തും. ഈ കടമ്പയും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ചാടിക്കടന്നാൽ എങ്ങനെ? ബിബസീറത്തിൻ താമ്മത്തിൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിപൂർണമായ ഇൽമിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട്, വനൂറുൻ ഹാദിൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രകാശം കൊണ്ട്, വമഅരിഫതി ബഖദ്രി തആത്ത്, അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ നിയമമാക്കിയ നന്മകളുടെ സ്ഥാനവും വലുപ്പവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഈ കടമ്പയും ചാടിക്കടന്നാൽ ഇനി എന്താ കടമ്പുണ്ട്? ഇനി എന്തായിരിക്കും അടുത്ത കടമ്പ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അഖബത്തുൽ അഅമാൽ മർജൂഹ അൽ മഫ്ളൂല മിന ത്വആത്ത് ഫശഗലഹു ബിൽ മഫ്ളൂലി അനിൽ ഫാദിൽ. അതിശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് ശ്രേഷ്ഠത കുറഞ്ഞ കാര്യങ്ങളിൽ അവനെ തളച്ചിടും. എന്ന് പറഞ്ഞാൽ 5 നേരവും പുരുഷന്മാർ മസ്ജിദിലെത്തി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. വീട്ടിൽ നിസ്കരിച്ചാൽ, പുരുഷന്മാർ വീട്ടിൽ നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടൂലേ? കൂലി കിട്ടൂലേ? കൂലി കിട്ടും. നിസ്കാരം സ്വീകരിക്കാതെ പോകില്ല. പക്ഷേ ഒരു പുരുഷൻ വീട്ടിൽ 5 നേരവും കൃത്യമായി നിസ്കരിക്കലാണോ, ശർഈയായ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ മസ്ജിദിൽ പോയി 5 നേരം നിസ്കരിക്കലാണോ ഏറ്റവും അഫ്ളൽ? യാതൊരു സംശയവുമില്ല, മസ്ജിദിൽ പോയി നിസ്കരിക്കലാണ്. ഇങ്ങനെ അഫ്ളലായ കാര്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ കാര്യങ്ങളിൽ ശൈത്താൻ നമ്മെ തളച്ചിടും. ജുമഅക്ക് നേരത്തെ വീട്ടിൽ നിന്ന് വുളു എടുത്ത് നടന്നുപോയി ജുമഅയുടെ സദസ്സിലെത്തലാണ് അഫ്ളൽ. മസ്ജിദുകളിലേക്ക് ജമാഅത്തിന് നടന്നു പോകലാണ്, വീട്ടിൽ നിന്ന് വുളു എടുത്ത് നടന്നു പോകലാണ് അഫ്ളൽ. ആദ്യത്തെ സഫിൽ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ നിസ്കാരത്തിൽ പ്രവേശിക്കലാണ് അഫ്ളൽ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ശ്രേഷ്ഠമാക്കിയ കാര്യങ്ങൾ, അതിശ്രേഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ, പ്രതിഫലം കുറഞ്ഞ കാര്യങ്ങളിൽ അവനെ തളച്ചിടും. ശ്രേഷ്ഠതകളിലേക്ക്, സമ്പൂർണ്ണതകളിലേക്ക് അവൻ എത്തി നോക്കാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം നെരിയാണിക്ക് മുകളിൽ പുരുഷന്മാർ വസ്ത്രം കയറ്റിയെടുക്കുക നിർബന്ധമാണ്. നെരിയാണിക്ക് മുകളിൽ നമുക്ക് ആവശ്യമുള്ള വസ്ത്രം അവിടെ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കലാണോ? താഴേക്ക് വീണാൽ നരകത്തിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നെരിയാണിക്ക് താഴെ വീണു പോയേക്കാവുന്ന വസ്ത്രം ചുരുട്ടി വെക്കലും തിരികെ വെക്കലും മടക്കി വെക്കലാണ് അഫ്ളൽ. ഏതാണ് അഫ്ളൽ? സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളത്, നിഖാബ് ധരിക്കുക എന്നുള്ളത് ആധുനിക കാലത്തെ അധിക പണ്ഡിതന്മാരും നിർബന്ധമാണ്, പ്രത്യേകിച്ച് വിശിഷ്യ ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. ശരി, പണ്ഡിതന്മാർക്കിടയിൽ അത് പ്രതിഫലാർഹമാണ്, മുസ്തഹബാണ്, വാജിബാണ് എന്ന 2 അഭിപ്രായം നിലനിൽക്കെ ഏതാണ് ഏറ്റവും അഫ്ളൽ?
മുസ്തഹബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഏറ്റവും അഫ്ളലായി പറഞ്ഞ ഏതാണ്? മുഖമറക്കൽ ചെയ്യണമെന്നതാണ്. ഇങ്ങനെ അഫ്ളലായ കാര്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളിൽ ശൈത്താൻ തളച്ചിടും. അങ്ങനെ പതുക്കെ 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 അലംഭാവത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടു ചാടിക്കും. ഇതാണ് 6ാമത്തെ അഖബ. ഇതും വിട്ടുകടന്നാൽ, ഈ കടമ്പയും നമ്മൾ ചാടിക്കടന്നാൽ പിന്നെന്താണ് ശൈത്താൻ ചെയ്യുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് പിന്നെയും ശൈത്താന് കടമ്പകളുണ്ട്. അത് ഏതാണ് എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു, തസ്ലീതു ജുൻദിഹി അലൈഹി ബിഅൻവാഇൽ അദാ ബിൽയദി വൽലിസാനി വൽഖൽബി അലാ ഹസബി മർതബതിഹി ഫിൽ ഖൈർ ഫകുല്ലമാ അലത് മർതബതുഹു അജ്ലബ അലൈഹി അൽഅദു ബിഖൈലിഹി വറജ്ലിഹി വളാഹറ അലൈഹി ബിജുൻദിഹി വസല്ലത അലൈഹി ഹിസ്ബഹു വഅഹ്ലഹു ബിഅൻവാഇത് തസ്ലീത്. പിന്നെ ശൈത്താൻ അവന് സാധിക്കുന്ന രൂപത്തിൽ അവൻ്റെ സൈന്യങ്ങളെ നമുക്ക് മേൽ അഴിച്ചുവിടും. നമ്മുടെ കൽബിനെയും നമ്മുടെ നാവിനെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന രൂപത്തിൽ ശൈത്താൻ സാധിക്കുന്നത് പോലെ അവൻ്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും അഴിച്ചുവിടും, നമ്മെ വരുതിയിലാക്കാൻ. എത്രത്തോളം ദീനിലെ നമ്മുടെ പദവികൾ പുണ്യങ്ങൾ വർദ്ധിക്കുന്നോ അത്രത്തോളം ശൈത്താൻ അവൻ്റെ ശത്രുത നമുക്ക് മേൽ കടുപ്പിക്കും. മരണം വരെ, അവസാന ശ്വാസം വരെ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ശൈത്താൻ്റെ ശത്രുത ഇത്രമേൽ തീവ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം ലഭിച്ച ഇഖ്ലാസുള്ള തൗഹീദ്, അതിൻ്റെ നിർബന്ധവും ഐച്ഛികവുമായ സാക്ഷാത്കാരം നിർവഹിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഖ്ലിസീങ്ങൾ, അവരെ ശൈത്താൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അല്ലാഹുവിനോട് അവൻ ആണയിട്ട് പറഞ്ഞതുപോലെ വലഉവിയന്നഹും അജ്മഈൻ, മനുഷ്യരെ മുഴുവൻ നിന്റെ അനുമതി പ്രകാരം ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ അള്ളാഹു ഒഴിച്ചു നിർത്താൻ അനുമതി നൽകിയവർ ഇഖ്ലാസുള്ളവരാണ്. അള്ളാഹുവിൻ്റെ ദീൻ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ശൈത്താൻ പിന്നീട് നമ്മെ സാധിക്കുന്ന രൂപത്തിൽ പിടികൂടാൻ അവൻ്റെ സൈനികരെ അഴിച്ചുവിടുന്നു പറഞ്ഞല്ലോ. 7 കടമ്പകൾ, 6 കടമ്പകൾ, അത് പിന്നിടുന്ന ആളുകളെ വരുതിയിലാക്കാൻ അവൻ സാധിക്കുന്ന വിധത്തിൽ അവൻ്റെ സൈന്യത്തെ അഴിച്ചുവിടുമെന്ന് പറഞ്ഞല്ലോ. ഈ സൈന്യം, ശൈത്താൻ്റെ സൈന്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ജിന്നുകളിലുണ്ടാവും, സാക്ഷാൽ മനുഷ്യന്മാരിലും അക്കൂട്ടറുണ്ടാകും. അവർ നമ്മിലേക്ക് പ്രവേശിക്കുന്ന ചില തുരങ്കങ്ങളുണ്ട്, ചില ലൂപ്പ് ഹോൾസ്. സിത്തത്തു സുഗൂർ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെപ്പറ്റി പറഞ്ഞു. 7 സുഗൂറുകൾ, 7 തുരങ്കങ്ങൾ, 7 ദ്വാരങ്ങൾ. ഒന്നാമത്തേത് സഗ്റുൽ ഐൻ, നമ്മുടെ കണ്ണാകുന്ന ദ്വാരമാണ്. കണ്ണിലൂടെ ശൈത്താൻ അവൻ്റെ സൈനികരെ നമ്മെ പിഴപ്പിക്കാൻ ശ്രമിക്കും. എങ്ങനെ കണ്ണിലൂടെ പിഴപ്പിക്കുക? അനാവശ്യമായ ഹറാമിലേക്കുള്ള നോട്ടം, നമ്മുടെ നോട്ടം ഹറാമാക്കും, ഹറാമിലേക്ക് നമ്മുടെ കാഴ്ചയെ ക്ഷണിക്കും. രണ്ടാമതായി സഗ്റുൽ ഉദുൻ, കാതിലൂടെയാണ്. കാതിലൂടെ ബാത്തിൽ കേൾക്കും, അനാവശ്യങ്ങൾ കേൾക്കും, ഹറാമായ സംസാരം കേൾക്കും. മൂന്നാമതായി സഗ്റുൽ ലിസാൻ, നാവാണ്. ഫയജുറൂന അലൈഹി മിനൽ കലാമി മാ യദുറുഹു വലാ യൻഫഉ, ഒരു ഉപകാരവുമില്ലാത്ത, ദോഷമുണ്ടാക്കുന്ന അനാവശ്യമായ വൃത്തികേടുകൾ, സംസാരങ്ങൾ അവൻ്റെ നാവിലൂടെ ശൈത്താൻ വലിച്ചു കൊണ്ടുവരും. ഉപകാരമുള്ളതിൽ നിന്ന് അവൻ്റെ സംസാരവും വാക്കും തടയും. നാലാമതായി സഗ്റുൽ ഫം, വായിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഹലാലല്ലാത്ത ഹറാമിൻ്റെ ഭക്ഷണം ശൈത്താൻ പ്രവേശിപ്പിക്കും. അവനതിനുവേണ്ടി ഹറാമായ സമ്പാദ്യത്തിലേക്ക് നമ്മെ നയിക്കും. അഞ്ചാമതായി സഗ്റുൽ യദ്, കൈയിലൂടെ, കൈകൊണ്ട് ബാത്തിൽ സ്പർശിക്കാൻ, ഹക്കിനെ തൊട്ട് കൈ തടഞ്ഞു വെക്കാൻ. ഹക്ക് സംസാരിക്കുന്നവർ, ഹക്കിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവരെ തടയുക. അതല്ലെങ്കിൽ ബാത്തിലിനു വേണ്ടി അവൻ്റെ കൈ ചലിക്കുക. ഇങ്ങനെ കൈ കൊണ്ടവൻ നമ്മെ പിടികൂടും. സഗ്റുൽ റിജ്ൽ, ആറാമതായി
നമ്മുടെ കാൽ ഫയജഅലൂനഹാ തംശി ഇലൽ ബാത്തിൽ, ഹറാമിലേക്ക് ബാത്തിലിലേക്ക് നടക്കാൻ ആ കാലിനെ അവൻ പ്രേരിപ്പിക്കും. ഇങ്ങനെ 6 സുഹൂറുകൾ, 6 ദ്വാരങ്ങൾ, അതിലൂടെ ശൈത്താൻ അവൻ്റെ സൈന്യത്തെ അഴിച്ചുവിടും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ശൈത്താൻ അവൻ്റെ സൈനികരോട് പറയുന്നതായി, ഫറാബിതു അലാ ഹാദിഹി സുഹൂരി കുല്ലൽ മുറാബത, ഈ പഴുതുകളിലൂടെ മനുഷ്യരെ നിങ്ങൾ പിടികൂടുക, അവരെ ബന്ധിക്കുക, അവരെ വലിഞ്ഞു മുറുക്കുക. ഫമതാ ദഖൽതും മിൻഹാ ഇലൽ ഖൽബി ഫഹുവ ഖതീലുൻ അസീറുൻ, ഇങ്ങനെ ഇതിലേതെങ്കിലും മാർഗത്തിലൂടെ അവരിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ, ഒന്നുകിൽ അതിന് കീഴ്പ്പെടുന്ന മനുഷ്യർ കീഴ്പ്പെടുത്തപ്പെട്ട തടവ് പുള്ളിയെ പോലെ നിങ്ങൾക്ക് കീഴൊതുങ്ങും, ഒന്നുകിൽ നിങ്ങളുടെ തടവറയിൽ അവരകപ്പെടും. ഔ ജരീഹുൻ മുഖ്ഹിൻ ബിൽ ജറാഹാത്ത്, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രഹരവും നിങ്ങളുടെ ആയുധം കൊണ്ടുള്ള ഉപദ്രവമേറ്റ് മുറിവേറ്റ് പരവശനായി അവർ നിങ്ങൾക്ക് കീഴൊതുങ്ങുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, പലപ്പോഴും ഇത് നമുക്ക് സംഭവിക്കാറുണ്ട്. പിശാചുക്കളുടെ തടവറയിലാണോ നമ്മൾ? അവരുടെ പ്രഹരങ്ങളാൽ മുറിവേറ്റ് ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നവരാണോ നമ്മൾ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൻ്റെ സകല കെണികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കിതാബുകളിൽ ഈ വിഷയത്തിൽ പറഞ്ഞ ഫവായിദുകൾ മാത്രമാണ് പരസ്പരം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ, നമ്മൾ മുമ്പ് വായിച്ചത് അൽ ജവാബുൽ കാഫിയിലും മറ്റുമൊക്കെ വായിക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഫവായിദിൽ പറഞ്ഞു, ശൈത്താൻ ഇങ്ങനെ നമ്മുടെ കണ്ണിലൂടെ, കാതിലൂടെ, നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ കാലുകളിലൂടെ, നമ്മുടെ വായിലൂടെ അവൻ്റെ സൈന്യത്തെ അഴിച്ചുവിടുകയും അവൻ്റെ തടവറയിൽ നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവൻ എങ്ങനെയാണ് പിന്നെ നരകത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുക? അതിന് ശൈത്താന് 3 അബുവാബുകളാണുള്ളത്, 3 കവാടങ്ങൾ. ഒന്ന് ബാബ് ശുബ്ഹ, ശുബ്ഹത്തിൻ്റെ ബാബാണ്. ദീനിലുള്ള ആശയക്കുഴപ്പം, ദീനിൽ അനാവശ്യമായ സംശയങ്ങൾ, ദീനിൻ്റെ അടിത്തറകളിൽ പോലും സംശയമുണ്ടാക്കുന്ന ശുബ്ഹത്തുകൾ, അത് നമുക്ക് ഇട്ടുതരും. രണ്ടാമതായി ബാബു ഷഹ്വ, നമ്മുടെ ദേഹേച്ഛകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുകളിൽ ഷഹ്വത്തായി അവൻ നമുക്ക് സംവിധാനിക്കും. ഷഹ്വത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട് ഒരു കാര്യം ഹറാമാണെന്നറിയാം, ഹറാമാണെന്നറിഞ്ഞിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരു കാര്യം വാജിബാണെന്നറിയാം, നിർബന്ധമാണെന്നറിയാം, അറിഞ്ഞിട്ടും അത് ഒഴിവാക്കുന്നു. ഇങ്ങനെ ഷഹ്വത്തുകൾ കൊണ്ട് കീഴടക്കി അവൻ നമ്മെ നരകത്തിലേക്ക് നയിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, 3ാമതായി മറ്റൊരു കവാടം കൂടി ശൈത്താനുണ്ട്. ഇത് രണ്ടും, നേരത്തെ പറഞ്ഞ രണ്ടും നമുക്ക് സുപരിചിതമാണ്. ഒന്ന് ശുബ്ഹത്തിൻ്റെ ഫിത്ന. ശുബ്ഹത്തിൻ്റെ ഫിത്നകൾ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റുക? ഇൽമു കൊണ്ടാണ്, ശരിയായ ഇൽമു കൊണ്ടാണ്. ശരിയായ ഇൽമു കൊണ്ടാണ് ദീനിലുണ്ടാകുന്ന ശുബ്ഹത്തുകളെ, ആശയക്കുഴപ്പങ്ങളെ നേരിടാൻ സാധിക്കുക. ഷഹ്വത്തിൻ്റെ ഫിത്ന അത് ഇൽമുള്ളവരെയും ബാധിക്കും. അതെങ്ങനെയാണ് നേരിടാൻ സാധിക്കുക? സ്വബർ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തിന്മകൾ ചെയ്യാതിരിക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ സ്വബർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ ക്ഷമ പാലിച്ചുകൊണ്ടാണ് ഷഹ്വത്തുകളിൽ നിന്നുള്ള ഫിത്നയെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക. എന്നാൽ 3ാമതൊരു കവാടം കൂടിയുണ്ട്, ബാബുൽ ഗളബ്, ദേഷ്യം, കോപം എന്ന കവാടം. ശുബ്ഹത്തും ഷഹ്വത്തും നമ്മുടെ ദീനിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെയാണ് ബാധിക്കുക എങ്കിൽ, നമ്മുടെ ദീനാണ് ഫസാദാക്കുക എങ്കിൽ, ഗളബ് അത് മറ്റുള്ളവരുടെ മേൽ അക്രമം ചെയ്യാൻ, ദുൽമ ചെയ്യാൻ, മറ്റുള്ളവരോട് ദുൽമ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. ഔറസൽ ഉദ്വാൻ അലാ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അനീതി പ്രവർത്തിക്കാൻ, അന്യായം പ്രവർത്തിക്കാൻ, ശത്രുത കാണിക്കാൻ ദേഷ്യത്തിലൂടെ അവൻ നമ്മെ നയിക്കും. അങ്ങനെ മറ്റുള്ളവരോട് ദുൽമ ചെയ്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ പാഴായി പരലോകത്ത് മുഫ്ലിസ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഗണത്തിലേക്ക് അവൻ നമ്മെ ശൂന്യതയിലേക്ക് നയിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
ഇബ്ൻ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഫവായിദിൽ തന്നെ പറയുന്ന ശൈത്താൻ നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന ചില ജിഹാത്തുകളുണ്ട്, വേറെ ചില രംഗങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ശുബ്ഹത്തുണ്ട്, ഷഹവത്തുണ്ട്, അതുപോലെ തന്നെ ഗളബ്, സൃഷ്ടികളോടുള്ള ദേഷ്യവും വിദ്വേഷവുമുണ്ട്. അതുപോലെ തന്നെ നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു രംഗമാണ് അത്തസയ്യുദ് വൽ ഇസ്റാഫ്, അമിതത്വവും ദുർവ്യയവും, ധൂർത്തും ദുർവ്യയവും. നമുക്ക് ആവശ്യത്തിനുള്ള സംഗതിക്കപ്പുറത്ത് ആവശ്യത്തിൽ കവിഞ്ഞ് ഭക്ഷണമാകട്ടെ, ഉറക്കമാകട്ടെ, ആസ്വാദനങ്ങളാകട്ടെ, വിശ്രമമാകട്ടെ, ആവശ്യത്തിൽ കൂടുതൽ നമുക്കത് അഴിച്ചു വിട്ടുതരും ശൈത്താൻ. നേരത്തെ പറഞ്ഞ മുബാഹായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു പറഞ്ഞില്ലേ, അതിൽ അമിതത്വം കാണിക്കും. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫയസീദു അലാ ഖദ്രിൽ ഹാജ ഫതസീറു ഫദ്ല. ആവശ്യത്തിന് ഉറങ്ങിയാൽ മതി. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ദിവസം 6 മണിക്കൂർ റാഹത്തായി ഉറങ്ങിയാൽ മതി എന്നാണ് വൈദ്യശാസ്ത്രം വരെ പറയുന്നത്. 8, 10, 11 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല. അത് ഹാജത്തിൽ നിന്ന് ആവശ്യത്തിൽ കവിഞ്ഞതാണ്. വഹിയ ഹല്ലു ശൈത്താൻ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് അത് ശൈത്താനുള്ള ഓഹരിയാണ്. ആവശ്യത്തിനപ്പുറത്ത് ഉറങ്ങുന്നത്, ആവശ്യത്തിനപ്പുറത്ത് തിന്നുന്നത്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭക്ഷണ സംസ്കാരം, ഭക്ഷണത്തിൻ്റെ സംസ്കാരം, അതിൽ സലഫിയത്ത് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല അല്ലേ. നമ്മൾ ആവശ്യത്തിൽ കവിഞ്ഞ് ഭക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ശൈത്താനുള്ള ഹല്ലാണ്. അതുപോലെ തന്നെ ഹലാലായ മറ്റാസ്വാദനങ്ങൾ, നമുക്ക് അള്ളാഹു അനുവദിച്ച ഹലാലായ ആസ്വാദനങ്ങൾ, നമ്മുടെ ശഹവത്ത് ശമിപ്പിക്കാൻ സാധിക്കുന്ന ഹലാലാക്കിയ കാര്യങ്ങൾ, ആവശ്യത്തിനപ്പുറത്ത് അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാണോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെ എന്തും ആവശ്യത്തിൽ കവിഞ്ഞാൽ അത് ധൂർത്തിലേക്ക് പോകും, അമിതത്വത്തിലേക്ക് പോകും, ദുർവ്യയത്തിലേക്ക് പോകും. ചില ആളുകൾക്ക് ഒരു മാസം തന്നെ എത്ര ജോഡി ചെരുപ്പാണ് എടുക്കുക അല്ലേ, എത്ര ജോഡി ഡ്രസ്സാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. വാഹനങ്ങൾ, വസ്ത്രം തന്നെ ഏറ്റവും മുന്തിയ ബ്രാൻഡ്, ഏറ്റവും വിലപിടിപ്പുള്ള തുണിത്തരം, അതൊന്നും പാടില്ല എന്നല്ല, ആവശ്യത്തിനാകാം. പക്ഷേ അത് തസയ്യുദിലേക്കും ഇസ്റാഫിലേക്കും പോകുന്നുണ്ട്, നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പോയാൽ പതുക്കെ ശൈത്താൻ അതിലൂടെ നമ്മെ പിടികൂടും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അമിതത്വം കാണിക്കുന്നവർ, ധൂർത്തടിക്കുന്നവർ, അവർ ശൈത്താന്മാരുടെ ഇഖ്വാനുകളാണെന്നാണ് പറഞ്ഞത്, സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജിഹാ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അൽ ഗഫ്ല, അശ്രദ്ധയാണ്. അശ്രദ്ധ എന്ന മഹാമാരി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാതെ ചില ആളുകൾ വെറുതെ ഇങ്ങനെയിരുന്ന സമയം കളയും. ദുന്യവിയായോ അതല്ലെങ്കിൽ ദീനിയായോ ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ഇതുപോലും ഗഫലത്തിൻ്റെ ഏറ്റവും ഗഫലത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അനാവശ്യങ്ങളിൽ മുഴുകി ഹറാമിലേക്ക് എത്തുക എന്നുള്ളത് അത് വ്യക്തമായ കാര്യമാണ്. ഒരു പണിയില്ലാതെ, ഒരു ചിന്തയില്ല, ഒരു വാക്കില്ല, ഒരു ശൂന്യമായി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് തന്നെ ഗഫലത്താണ്. നമ്മൾ പലരും അത് ഗഫലത്തായി മനസ്സിലാക്കുന്നില്ല. ഒരു മുഅ്മിൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്നവനാകണം. അതല്ലെങ്കിൽ അവന് ഉപകാരമുള്ള കാര്യങ്ങളിൽ മശ്ഗൂലായിരിക്കണം. ഒന്നുകിൽ ഐഹികമായ അവൻ്റെ നന്മകളിൽ, അതല്ലെങ്കിൽ അവൻ്റെ പാരത്രികമായ നന്മകളിൽ അവൻ തിരക്കിലായിക്കൊണ്ടിരിക്കണം. ശൂന്യമായൊരവസ്ഥ, ഗഫ്ലത്ത് നമ്മെ പിടികൂടാൻ പാടില്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ ഗഫ്ലത്തിനെ ചികിത്സിക്കാൻ ഏറ്റവും ഫലവത്തായ പരിഹാരമാണ്. നോക്കൂ നിങ്ങൾ, നിത്യജീവിതത്തിലെ ദിക്റുകൾ നമ്മുടെ മൊബൈലുകളിലുള്ള ആപ്ലിക്കേഷനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്ന, നിത്യജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഔറാദുകൾ, ജസാക്കുമുല്ലാഹു ഖൈറ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. എവിടെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുക? എവിടെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്തൊരു രംഗമുള്ളത്? ഏതവസ്ഥയിലാണുള്ളത്? ഏത് രംഗത്തും ആ ദിക്റുകൾ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ ഗഫലത്തിനെ ചികിത്സിക്കാൻ അത് മതിയായ ചികിത്സയാകുന്നതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവൻ ദിക്റിൻ്റെ സുരക്ഷിതമായ കോട്ടയിലാണ്. എപ്പോഴാണ് അവൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് അശ്രദ്ധനാകുന്നത്?
അവൻ്റെ കോട്ടയുടെ കവാടം അത് തുറക്കപ്പെടും. ഫവലജഹുൽ അദു, അതിലൂടെ ശൈത്താൻ അവൻ്റെ ശത്രുതയിലേക്ക് പ്രവേശിക്കും, അവന് പ്രയാസമുണ്ടാക്കും, അവനെ തിന്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഗഫ്ലത്ത്, അതിനെ നമ്മൾ സൂക്ഷിക്കുക. ഇത് ശൈത്താൻ്റെ മറ്റൊരു പ്രവേശന കവാടമാണ്. മൂന്നാമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, തകല്ലുഫു മാ ലാ യഅനീഹി മിൻ ജമീഇൽ അഷ്യാ. ഏത് രംഗത്തും നമുക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് ശൈത്താൻ നമ്മൾ വലിച്ചു കൊണ്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിമിൽപ്പെട്ട മനോഹരമായ ഹദീസുകളിൽ, ഇസ്ലാമിൻ്റെ അദാബുകൾ സമാഹരിക്കപ്പെട്ട മനോഹരമായ ഹദീസുകൾ ഒന്നാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാളുടെ ഇസ്ലാം അവനിൽ ഭംഗിയാകുന്നതിൻ്റെ, അവനിൽ നന്നായി സ്വാധീനം ചെലുത്തുന്നതിൻ്റെ, ഇസ്ലാമിൻ്റെ മനോഹരമായ ഉന്നതമായ തലങ്ങളിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. അത് വാക്കിലാകട്ടെ, ചിന്തയിലാകട്ടെ, പ്രവർത്തനത്തിലാകട്ടെ, നിലപാടിലാകട്ടെ, സമീപനത്തിലാകട്ടെ, നമ്മൾ കമൻറ്റ് പറയുന്നിടത്താകട്ടെ, ആർക്കെങ്കിലും മറുപടി പറയുന്നിടത്താകട്ടെ, ഏത് രംഗത്തും ആവശ്യമില്ലാത്ത കാര്യമാണോ, ഒന്നുകിൽ നമുക്ക് ദുനിയാവിൽ അതുകൊണ്ട് എന്തെങ്കിലും മസ്ലഹത്തുണ്ടാകണം, അതല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടാകണം. ഇതല്ലാത്ത ഒരു കാര്യത്തിലും ഒരു രംഗത്തും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ശൈത്താൻ അനാവശ്യമായ കാര്യങ്ങളിലൂടെ, നമുക്കാവശ്യമില്ലാത്ത മേഖലകളിലൂടെ നമ്മെ തിന്മയിലേക്കും നരകത്തിലേക്കും നയിക്കുമെന്നത് അവൻ്റെ മറ്റൊരു കവാടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ തന്നെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാഇ ഷാഫി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ മറ്റൊരു രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൻ ഹഫിള ഹാദിഹിൽ അർബഅ അഹ്റസ ദീനഹു. ശൈത്താൻ നമ്മിലേക്ക് പ്രവേശിക്കുന്ന 4 കവാടങ്ങൾ അദ്ദേഹം മറ്റൊരു രൂപത്തിൽ വിശദീകരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ അതവൻ സൂക്ഷിച്ചാൽ അവനവൻ്റെ ദീൻ സംരക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ആ 4 കാര്യങ്ങൾ എണ്ണി പറയുന്നു. അൽ ലഹ്ലാത്ത് വൽ ഖത്റാത്ത് വൽ ലഫ്ലാത്ത് വൽ ഖുത്വാത്ത്. ഒന്ന് നമ്മുടെ ലഹ്ലാത്തുകൾ. ലഹ്ലാത്ത് എന്ന് പറഞ്ഞാൽ നദറാത്ത്, നമ്മുടെ കാഴ്ച. നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചിരുന്നു. അതൊന്നുകൂടി വിശദമായി അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട് ജവാബുൽ കാഫിയിൽ. മനുഷ്യൻ്റെ കാഴ്ചയിലൂടെ, കണ്ണിലൂടെ ശൈത്താൻ അവനെ പിടികൂടുന്നത് എങ്ങനെയാണ്? കാഴ്ച എന്നത് നമുക്കറിയാം, മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഐനു മിർആത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് കാഴ്ച. കണ്ണുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നോ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കും. കണ്ണിൽ നമ്മൾ കാണുന്നതെല്ലാം ഹൃദയത്തെ സ്വാധീനിക്കും. അതത്ര ചെറുതാണെങ്കിലും ശരി, അത് നമ്മെ ശഹ്വത്തിലേക്ക് നയിക്കും, നമ്മുടെ പരിശുദ്ധിക്ക് കളങ്കം ചാർത്തും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയുക നബിയെ, അവരുടെ ചാരിത്ര ശുദ്ധി സംരക്ഷിക്കാൻ, അവരുടെ ലൈംഗികാവയവങ്ങളെ സുരക്ഷിതമാക്കാൻ അവരോട് പറയുക നബിയെ. വ്യഭിചാരത്തിൽ നിന്ന് ചാരിത്രം സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത്. ദൃഷ്ടികൾ ഹറാമിൽ നിന്ന് താഴ്ത്താത്തവർക്ക് ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. ദാലിക അസ്കാ ലഹും, അതവർക്ക് ഏറ്റവും പരിശുദ്ധി നൽകുന്നതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി വിവരമറിയിക്കുന്നവരാണ്. സഹോദരങ്ങളെ, മുൻഗാമികൾപ്പെട്ട ചിലർ പാടിയതുപോലെ, കുല്ലുൽ ഹവാദിസി മബ്ദഉഹാ മിനൻ നദ്രി വമുഖ്ദമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. എല്ലാ തോന്നിവാസങ്ങളുടെയും തുടക്കമെന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാഴ്ചയാണ്, കണ്ണുകളുടെ പരിധിവിടലാണ്. ചെറിയ തീപ്പൊരികൾ കൊണ്ടാണ് വലിയ വലിയ പർവ്വത സമാഹാരം പോലെയുള്ള അഗ്നിബാധകൾ ഉണ്ടാകുന്നത്. ചെറിയ തീപ്പൊരി മതി, അതുകൊണ്ട് വലിയ അഗ്നിബാധ ഉണ്ടാകും. അതുപോലെ ചെറിയ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തെ പാടെ മലീമസമാക്കുന്ന തിന്മകൾക്ക് തുടക്കം കുറിക്കുന്നവയാണ്. കം നദ്റതൻ ബലഗത് മിൻ ഖൽബി സാഹിബിഹാ കമബ്ലഗി സഹ്മി ബൈനൽ ഖൗസി വൽ വതരി. എത്രയെത്ര പരിധിവിട്ട നോട്ടങ്ങളാണ് അമ്പിനും ഞാണിനും ഇടയിലൂടെ പാഞ്ഞു പോകുന്ന, ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു പോകുന്ന, തുളച്ചു കയറുന്ന, പിന്നെ വില്ലിനും ഞാണിനും ഇടയിലൂടെ പാഞ്ഞു പോയിട്ടുള്ള അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നത് പോലെ ഹൃദയത്തെ കീറിമുറിച്ച എത്രയെത്ര പരിധിവിട്ട നോട്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്.
വൽഅബ്ദു മാ ദാമ ദാ തറഫിൻ യുഖല്ലിബുഹു ഫീ അഅ്യുനിൽ ഗൈരി മൗഖൂഫുൻ അലൽ ഖത്രി. ഒരടിമ അവൻ്റെ കാഴ്ചകൾക്ക് നിയന്ത്രണമില്ലാതെ അവൻ്റെ കാഴ്ചകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ അവനത് കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അവൻ ആക്ഷേപാർഹനായി നിന്ദനായി തീരുന്ന നോട്ടമായിരിക്കും അത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യസുറു മുഖ്ലതഹു മാ ദറ മുഹ്ജതഹു ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിദ്ദററി. കണ്ണുകൾ ആനന്ദിപ്പിക്കുന്ന, ഹൃദയങ്ങളെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾ, കാഴ്ചകൾ, കണ്ണുകളെ നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദവും ആസ്വാദനം നൽകുന്നത് ഹൃദയത്തെ നശിപ്പിക്കുന്നതായിരിക്കും. ഹറാമായ കാഴ്ചകൾ ഹൃദയത്തെ ദുഷിപ്പിക്കും. ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിദ്ദററി. ഉപദ്രവം കൊണ്ടുവരുന്ന ആസ്വാദനങ്ങൾക്ക് സ്വാഗതമില്ല. ഖൽബിനെ ദുഷിപ്പിക്കുന്ന കണ്ണിൻ്റെ ആസ്വാദനങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് സ്വാഗതമില്ല. ഇല്ല, നമുക്കത് വേണ്ടതില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് അതിന് സ്ഥാനമില്ല എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം അന്നദ്റ, നോട്ടമാണ്. കണ്ണിൻ്റെ അനാവശ്യമായ കാഴ്ചകളാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു അൽ ഖത്ര, നമ്മുടെ ചിന്തകൾ. നേരത്തെ പറഞ്ഞു ഗഫലത്തിൽ ശൂന്യമായി നമ്മൾ ചിന്തിച്ചിരിക്കുക എന്നുള്ളത് അത് തന്നെ നമുക്കൊരു പക്ഷേ തിന്മയിലേക്കുള്ള കവാടമായേക്കാം. അതിനപ്പുറത്ത് നമ്മുടെ ചിന്തകൾ മോശത്തരങ്ങളാണെങ്കിലോ, ചിന്തകളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മയും തിന്മയും അതിൻ്റെ വിത്തുപാകുന്ന തുടക്കമാണ് ചിന്ത എന്നുള്ളത്. മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തയിലൂടെയാണ് ഒരു നന്മയിലേക്കുള്ള വിചാരവും തീരുമാനവും പിന്നെ അത് വാക്കായും പ്രവൃത്തിയായി ജീവിതത്തിൽ പ്രകടമാകുന്നതും അങ്ങനെയാണല്ലോ. അപ്പോൾ തുടക്കം ചിന്തകളാണ്. ചിന്തകളിലൂടെയാണ് തീരുമാനങ്ങളും ദൃഢനിശ്ചയങ്ങളും രൂപപ്പെടുക. അതുകൊണ്ട് ഫമൻ റാഅ ഖത്റാത് മലക സിമാമ നഫ്സിഹി, തൻ്റെ ചിന്തകളെ ആരാണോ പരിരക്ഷിച്ചത് അവനവൻ്റെ നഫ്സിന് കടിഞ്ഞാനിട്ടവനാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. വഖഹറ ഹവാ, അങ്ങനെ നമ്മുടെ ദേഹേച്ഛകൾ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം. വമനിസ്തഹാന ബിൽ ഖത്റാതി ഖാദത്ഹു ഇലൽ ഹലകാത്ത്, ആരാണോ ചിന്തകളെ ഗൗനിക്കാതെ അഴിച്ചുവിടുന്നത്, അനാവശ്യങ്ങളിലേക്ക് തൻ്റെ ചിന്തകളെ മനസ്സിനെ പായിപ്പിക്കുന്നത്, അവൻ ഹറാമുകളിലേക്ക്, നാശഹേതുകമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയായിരിക്കണം നമ്മുടെ ചിന്തകൾ? നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെയാണ് നന്നാക്കാൻ സാധിക്കുക? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചിന്തകൾ അതാണല്ലോ വാക്കിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഉത്ഭവം. ഈ ചിന്തകളെ നാലാലൊരു രൂപത്തിൽ നമ്മൾ കടിഞ്ഞാണിടണം. 4 രൂപത്തിൽ നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടണം. ഇതിൽ നിന്ന് തന്നി മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കണം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഖത്റാത്തുൻ യസ്തൽജിബു ബിഹൽ അബ്ദ് മനാഫിഅ ദുനിയ, തൻ്റെ ദുനിയാവിൻ്റെ മനാഫികൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ, ദുനിയാവിൽ ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ, അത് നമുക്ക് അനുവദനീയമാണ്. വഖത്റാത്തുൻ യസ്തദ്ഫിഉ ബിഹാ മദാറ ദുനിയ, അതുപോലെ തന്നെ ദുനിയാവിൽ നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനെങ്ങനെ വകഞ്ഞു മാറ്റാം, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ. അപ്പോൾ ദുനിയാവിലെ ഖൈറിന് വേണ്ടിയുള്ള ചിന്തകൾ അനുവദനീയമാണ്. ദുനിയാവിൽ ഷർറുണ്ടാകുന്ന കാര്യങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം, പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും അനുവദനീയമാണ്. വഖത്റാത്തുൻ യസ്തൽജിബു ബിഹാ മസാലിഹ ആഖിറ വഖത്റാത്തുൻ യസ്തദ്ഫിഉ ബിഹാ മദാറ ആഖിറത. ബാക്കി 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന്, ആഖിറത്തിന് ഉപകാരപ്രദമായ നന്മകൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ നമുക്ക് അധികരിക്കണം. അതുപോലെ തന്നെ ആഖിറത്തിൽ നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ചിന്തകളും വേണം. ഈ 4 ചിന്തകളല്ലാത്ത 5ാമതൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഫൽയഹ്സിർ അൽ അബ്ദ ഖതറാതി വഅഫ്കാരിഹി വഹുമൂമിഹി ഫി ഹാദിഹിൽ അഖ്സാമിൽ അർബഅ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ മനോവ്യാപാരങ്ങളും ഒന്നുകിൽ ദുനിയാവിൻ്റെ ഉപകാരത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ആഖിറത്തിലെ ഉപകാരത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ദുനിയാവിൽ ഏതെങ്കിലും ഷർറിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ ആഖിറത്തെ നശിപ്പിക്കുന്ന ഷർറുകളെ പ്രതിരോധിക്കാൻ വേണ്ടി, അങ്ങനെയല്ലാതെ നമ്മുടെ ചിന്തകൾ അഴിച്ചുവിടരുത് എന്നാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന വസിയത്ത്. 3ാമതായി അല്ലഫ്ലത്തു, നമ്മുടെ വാക്കുകളാണ്. അതല്പം വിശദമായി അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പദപ്രയോഗങ്ങൾ. സഹോദരങ്ങളെ,
നമ്മുടെ വാക്കുകൾ എപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും അതനാവശ്യമായ പാഴായൊരു വാക്കായി മാറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം പറയുകയാണ്, ഫലാ യതകല്ലമു ഇല്ലാ ഫീമാ യർജു ഫീഹി ദിബ്ഹ വസിയാദ ഫീ ദീനി. ലാഭകരമായ, പരലോകത്തേക്ക് നമുക്ക് ലാഭമുണ്ടാക്കുന്ന, ദീനും ഈമാനും വർദ്ധിക്കുന്ന വാക്കുകളെ നമ്മൾ സംസാരിക്കാവൂ, നമ്മൾ മൊഴിയാവൂ. എന്തെങ്കിലും ഒന്ന് നമ്മൾ സംസാരിക്കാൻ തുനിയുകയാണെങ്കിൽ ചിന്തിക്കണം, ഹൽ ഫീഹാ റിബ്ഹുൻ വഫായിദ അം ലാ. ഇതുകൊണ്ട് എനിക്ക് ഗുണമാണോ ദോഷമാണോ, നേട്ടമാണോ കോട്ടമാണോ, ചിന്തിക്കണം. നിർത്തിയില്ല. ഫഇൻ ലം യകുൻ ഫീഹാ റിബ്ഹുൻ അംസക അൻഹാ. ദോഷമാണെങ്കിൽ നമ്മുടെ നാവിനോടെ പിടിച്ചു വെക്കുക. വഇൻ കാന ഫീഹാ റിബ്ഹുൻ, ആ സംസാരം കൊണ്ട് നേട്ടമാണെങ്കിൽ ലാഭമാണെങ്കിലോ നിർത്തരുത്. നവർ, നോക്കണം. ഹൽ തഫൂതു ബിഹാ കലിമ ഹിയ അർബഹ് മിൻഹാ. ഈ വാക്ക്, ഞാനിപ്പോൾ ഗുണകരമെന്ന് ഉദ്ദേശിച്ച ഈ വാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇതിനേക്കാൾ ഹൈറായ മറ്റേതെങ്കിലും വാക്ക് എനിക്ക് നഷ്ടപ്പെടുമോ? ഇപ്പം ഈ വാക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് താൽക്കാലികമായൊരു ലാഭം ലഭിക്കും, പക്ഷേ ഇതിനേക്കാൾ ഹൈറായ വാക്ക് എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഇതിനേക്കാൾ ഹൈർ എനിക്ക് നഷ്ടപ്പെടുന്ന, തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ? എങ്കിൽ ആ ഹൈറായ വാക്ക് പോലും അവിടെ പറയരുതെന്നാണ്. ഇതാണ് മുൻഗാമികളുടെ ഉപദേശം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ഗുണകരമാണെങ്കിൽ മാത്രം പറയണം. ഏറ്റവും ഗുണകരമായ സാഹചര്യത്തിൽ, ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ അത് മൊഴിയണം. അല്ലാതെ മിണ്ടാൻ നമുക്ക് അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസാരത്തിൻ്റെ സംസ്കാരം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ. അല്ലാഹുവിലും ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവരാരാണോ അവർ ഖൈറു മാത്രം പറയട്ടെ. ഇല്ലെങ്കിലോ ഖൈറു പറയാനില്ല. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അങ്ങനെ ശർറു ഭയന്ന് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ട് മൗനം അവലംബിക്കുന്നവൻ അവനാരാണ്? മൻ സ്വമത നജ, അവൻ രക്ഷപ്പെട്ടവനാണ്. മൗനം അവലംബിക്കുന്നവൻ രക്ഷപ്പെട്ടവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നീ നിൻ്റെ ഒരു വാക്കും പാഴാക്കരുത്. നിനക്കാളുകളുടെ ഹൃദയത്തിനകത്തുള്ളത് എന്താണെന്ന് തെളിവ് പിടിക്കണോ? അവരെ നാവിനെ നോക്കിയാൽ മതി. അവരുടെ നാവിൻ്റെ ചലനമനുസരിച്ച് ആ മനുഷ്യരുടെ ഹൃത്തടങ്ങളിലുള്ളതിനെ നിനക്ക് വിലയിരുത്താൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഇന്നഹു യത്തലിഉക അലാ മാ ഫിൽ ഖൽബി ശാഅ സാഹിബുഹു അം അബാ. ഒരു മനുഷ്യൻ അവൻ സംസാരിക്കുകയാണെങ്കിൽ, അവൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ശരി, അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളാണ് നാവിലൂടെ തുളുമ്പുക. ചിലപ്പോൾ അവൻ ബോധപൂർവം പറഞ്ഞേക്കും, ചിലപ്പോൾ അറിയാതെ ഉദ്ദേശപൂർവമല്ലാതെ അത് പുറത്തേക്ക് തുളുമ്പിയേക്കും. അതുകൊണ്ടാണ് മഹാനായ സലഫുകൾപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഹൃദയത്തെയും നാവുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. അൽ ഖുലൂബു കൽ ഖുദൂരി ഫി സുദൂർ തഗ്ലി ബിഹാ ഫീഹാ. മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് തിളച്ചു മറിയുന്ന കലത്തെ പോലെയാണ്. അടുപ്പത്ത് പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള തിളച്ചു മറിയുന്ന കലങ്ങളെപ്പോലെയാണ് മനുഷ്യരുടെ ശരീരത്തിനകത്തെ ഖൽബുകൾ എന്ന് പറഞ്ഞാൽ. വമഗാരിഫുഹ അൽസിനതുഹ. ആ കലത്തിൽ നിന്ന് നമുക്ക് കോരിയെടുത്ത് തരാനുള്ള കയ്യിലാണ്, സ്പൂണാണ് നാവ്. ഹൃദയമാകുന്ന കലത്തിൽ പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കോരിയെടുത്ത് വിളമ്പിത്തരുന്നത് നാവാകുന്ന കൈലുകളാണ്. ഫൻതദിർ ഹത്താ യതകല്ലമ റജുൽ. അതുകൊണ്ട് ഒരു മനുഷ്യൻ സംസാരിക്കുവോളം നീ കാത്തിരിക്കുക. ഫഇന്ന ലിസാനഹു യഖ്തരിഫു ലക മാ ഫി ഖൽബി. അവൻ്റെ നാവ് നിനക്ക് എന്താണോ ഹൃദയത്തിൽ നിന്ന്, അവിടെ പാകം ചെയ്തെടുത്തതിൽ നിന്ന് വിളമ്പിത്തരുന്നത് എന്ന് നീ നോക്കുക. മിൻ ബൈനി ഹുൽവിൻ വഹാമിൽ. ചിലപ്പോൾ മധുരമുള്ളതായിരിക്കാം, ചിലപ്പോൾ പുളിച്ചതായിരിക്കാം. വഅദ്ബിൻ വഉജാജിൻ. ചിലപ്പോൾ സ്വാദിഷ്ടമായിരിക്കാം, ചിലപ്പോൾ ഒരു രുചിയുമില്ലാത്ത കേടുവന്നതായിരിക്കാം. യുഖ്ബിറുക അൻ തഅമി ഖൽബിഹി ഇഖ്തിറാഫു ലിസാനിഹി. ഒരാളുടെ ഹൃദയത്തിലെ രുചികൾ അത് നാവ് കൊണ്ട് അവൻ കോരിയെടുത്ത് നിനക്ക് പകർന്നു തരും. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായ ഉപമയാണ്. ആളുകളുടെ സംസാരം അവരുടെ ഹൃദയത്തെ പ്രതിനിധീകരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് ആളുകൾക്ക് പ്രകടമാകുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ചതിനുള്ള തെളിവാണ്. നമ്മൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നത് മധുരമൂറുന്ന തേനൂറുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണോ? അതല്ല കേട്ടാളിറക്കുന്ന പുളിച്ചതും വളിച്ചതുമായ
പ്രയോഗങ്ങളും സംസാരങ്ങളുമാണോ? അവൻ്റെ അഭിമാനത്തെ, സ്വത്വത്തെ തച്ചു തകർക്കുന്ന ശൈലിയാണോ, പ്രയോഗമാണോ? നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവുകളെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ശരീരത്തിൽ മടുക്കാത്ത 2 അവയവങ്ങളിലൊന്നാണ്, അധികം ആളുകളും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന അവയവമാണ് നാവ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിൻ്റെ ഫിത്നയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നാവിൻ്റെ ഗൗരവത്തെ, നാവ് കൊണ്ട് ഉരിയാടുന്ന ഗൗരവം കൽപ്പിക്കാത്തൊരു വാക്കുകൊണ്ട് നരകത്തിൽ 70 വർഷത്തെ വഴി ദൂരം അവൻ പ്രവേശിക്കുമെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്കറിയാം. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ അകലത്തിൽ അവൻ സ്വർഗവുമായി അകലത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്കറിയാം. നരകത്തിൽ അത്രയും ദൂരത്തേക്ക് അവൻ പതിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അറിയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ സഹാബത്തിന് പകർന്നു നൽകിയവേ ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് അതേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവ് പുറത്തേക്കിട്ട് അവിടുന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പിടിച്ചു വെക്കുക, ഈ നാവിനെ നിങ്ങൾ പിടിച്ചു വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കുല്ലു കലാം ഇബ്നി ആദം അലൈഹി ലാ ലഹു ഇല്ല അംറൻ ബിമഅറൂഫിൻ ഔ നഹ്യൻ അൻ മുൻകരിൻ ഔ ദിക്റൻ ലില്ലാഹ്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ആദമിൻ്റെ മക്കൾ ഉരിയാടുന്ന സർവ്വ വാക്കുകളും അവർക്കെതിരാണ്, നമുക്കെതിരെ സാക്ഷിയാകും. നമ്മൾ പറയുന്ന സർവ്വ വാക്കുകൾ നമുക്കെതിരെ സാക്ഷിയാകും. 4 കാര്യങ്ങളൊഴികെ, 3 കാര്യങ്ങളൊഴികെ. ഒന്ന്, ഇല്ല അംറൻ ബിമഅറൂഫ്, നന്മ കൽപ്പിച്ചാൽ അത് നമുക്ക് അനുകൂലമാകും. ഔ നഹ്യൻ അൻ മുൻകർ, തിന്മ വിലക്കിയാൽ നമുക്കത് അനുകൂലമാകും. ഔ ദിക്റൻ ലില്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ അത് നമുക്ക് അനുകൂലമാകും. അല്ലാത്ത വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്, അതൊക്കെ നമുക്കെതിരാകുമെന്നാണ്. വൽ കലാമു അസീറു, വാക്ക്, സംസാരം എന്നത് നിന്നെ തടവറയിലാക്കുന്നതാണ്. നീ വാക്കിൻ്റെ തടവറയിലാണ്. ഫഇദാ ഖറജ മിൻ ഫീക സിർത അൻത അസീറു, നിന്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെടുന്നത് വരെ നീ അതിന് ഉത്തരവാദിയല്ല. വാക്ക് പുറത്തു വന്നാൽ, സംസാരം പുറത്തേക്ക് പ്രവഹിച്ചാൽ പിന്നെ നീ അതിന് ഉത്തരവാദിയായി. ആ സംസാരത്തിൻ്റെ തടവറയിൽ നീ അതിന് ഉത്തരവാദപ്പെട്ടവനായി എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. ഓരോ വാക്കുരുവിടുമ്പോഴും അള്ളാഹുവിൻ്റെ ആയത്ത് നമ്മൾ ഓർക്കുക, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂക്ഷ്മ നിരീക്ഷകരായ, രേഖപ്പെടുത്താൻ സജ്ജരായിട്ടുള്ള മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ മറ്റൊരു സൂക്ഷ്മമായ ഫായിദയുണ്ട്. സംസാരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് നാവ് കൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത്, അല്ലേ? എന്നാൽ അദ്ദേഹം പറയുന്നത് നാവിന് 2 രൂപത്തിലുള്ള ആഫത്തുണ്ട്. ഇത് നമുക്ക് ജവാബുൽ കാഫിയിൽ വായിക്കാൻ സാധിക്കും. നാവിന് 2 രൂപത്തിലുള്ള ആഫത്തുകൾ ബാധിക്കും. ഒന്നിൽ നമ്മൾ സുരക്ഷിതനായാൽ മറ്റേത് ചിലപ്പോൾ നമ്മുടെ നാവിൽ പിടികൂടും. ഒന്നാമത്തത് ആഫത്തുൽ കലാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. സംസാരം കൊണ്ടുള്ള ആഫത്താണ്, അനാവശ്യമായത് സംസാരിക്കുക എന്നുകൊണ്ടുണ്ടാകുന്ന അപകടം. രണ്ടാമത്തത് ആഫത്ത് സുകൂത്ത്, ആവശ്യമുള്ളത് സംസാരിക്കാതെ മിണ്ടാതിരിക്കുക എന്നുള്ള ആഫത്താണ്, മൗനമാകുന്ന ആഫത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫൽ മുതകല്ലിമു ബിൽ ബാത്തിൽ, അനാവശ്യം കൊണ്ട് സംസാരിക്കുന്നവൻ, ശൈത്താനുൻ നാതിഖ്, അവൻ സംസാരിക്കുന്ന ശൈത്താനാണ്. അനാവശ്യമായത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്ന ശൈത്താനാണ്. ആസിൻ ലില്ലാഹ്, അവൻ പാപിയാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാണ്. വസാകിതു അനിൽ ഹഖ്, എന്നാൽ സത്യം പറയാതെ മൗനം അവലംബിക്കുന്നവൻ, സത്യം പറയുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു വച്ചവൻ, ശൈത്താനുൻ അഖ്റസ്, അവൻ ഊമയായ മിണ്ടാത്ത ശൈത്താനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അനാവശ്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നതുപോലെ തന്നെ ഹക്ക് സംസാരിക്കുക എന്നത് നാവ് കൊണ്ടുള്ള ഗുണമാണ്. ഹക്കിന് വേണ്ടി സംസാരിക്കാതിരിക്കുക, ഹക്കിനോട് മൗനം അവലംബിക്കുക എന്നത് അത് ഊമയായ ശൈത്താനോട് മുൻഗാമികൾ ഉപമിച്ച വൃത്തികെട്ട ഉപമയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട്
ഹക്ക് പറയാൻ മടിക്കുന്നവർ, ഹക്കിൽ വെള്ളം ചേർക്കുന്നവർ, ഹക്കിനെ മയപ്പെടുത്തുന്നവർ, ശരിയായ ഹക്ക് ദീനിൻ്റെ അന്തസ്സോടെ നട്ടെല്ല് നിവർത്തി പറയാതിരിക്കാൻ മടിക്കുന്നവരെല്ലാം ഹക്കിനെതിരെ മൗനം അവലംബിക്കുന്ന മൗനിയായ ശൈത്താനെ പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ ലഫ്ലാത്തുകളെ, വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. നാലാമതായി അദ്ദേഹം പറഞ്ഞു അൽ ഖുത്വ, നമ്മുടെ കാൽവെപ്പുകൾ, നമ്മുടെ ചുവടുകൾ. വല തത്തബിഉ ഖുത്വാതി ശൈത്താൻ, ശൈത്താൻ്റെ ചുവടുകൾക്ക് പിന്നാലെയാകരുത് നമ്മുടെ ചുവട്. നമ്മുടെ കാൽവെപ്പുകൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ സ്വച്ഛന്തം നടന്നു നീങ്ങുന്ന കാൽവെപ്പുകളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വിലക്കിയ ഹറാമിലേക്ക് നമ്മുടെ സഞ്ചാരമരുത്, നമ്മുടെ കാൽവെപ്പുകളാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയ കാര്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കരുത്. ഒരു പക്ഷേ നമ്മൾ ദുനിയാവിന് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു നീങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്താൽ പോലും നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ നമുക്കത് ഇബാദത്താക്കി പരിവർത്തിപ്പിക്കാൻ സാധിക്കും. നല്ല നിയ്യത്തോടെ അധ്വാനിക്കുകയാണ്, സമ്പാദിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, യാത്ര ചെയ്യുകയാണ്, ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്, നല്ല നിയ്യത്ത് സ്വരുക്കൂട്ടി അത് നല്ല ചുവടുവെപ്പുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആദാതു അഹ്ലിൽ യഖ്ലതി ഇബാദാത്തുൻ, ദീനിൻ്റെ ഉണർവുള്ളവർ അവരുടെ പതിവ് ദിനചര്യകൾ പോലും ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കും നല്ല നിയ്യത്തുകൾ കൊണ്ട്. പക്ഷേ ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലതി ആദാത്തുൻ, അശ്രദ്ധയുടെ, ദീനീബോധമില്ലാത്തവരുടെ ഇബാദത്തുകൾ വരെ അത് പതിവ് ചര്യകളെ പോലെ അതപ്പതിക്കും. ഒരു ഉപകാരവുമില്ലാത്ത പ്രതിഫലശൂന്യമാകുന്ന അവസ്ഥയിലേക്ക് അതില്ലാതാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ 4 രംഗങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. നമ്മുടെ നബറ, നമ്മുടെ കാഴ്ചകൾ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു നമ്മുടെ ഖത്തറാത്ത്, നമ്മുടെ ചിന്തകൾ. മൂന്നാമതായി നമ്മൾ പറഞ്ഞു അൽ ലഫ്ലാത്ത്, നമ്മുടെ വാക്കുകൾ. നാലാമതായി നമ്മൾ പറഞ്ഞു അൽ ഖുത്വാത്ത്, നമ്മുടെ കാൽവെപ്പുകൾ. ഈ 4ഉം നമ്മൾ സുരക്ഷിതമാക്കണമെന്ന് അള്ളാഹു അറിയിക്കുന്ന 2 ആയത്തുകളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അവൻ്റെ ഇബാദുർ റഹ്മാൻ്റെ വിശേഷണം പറഞ്ഞ ആയത്തിൽ തുടക്കത്തിൽ വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഈ ആയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളും. ഒന്ന്, നമ്മുടെ കാൽവെപ്പുകൾ ശ്രദ്ധിക്കണം. യംശൂന അലൽ അർദി ഹൗനാ, അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ ഭൂമിയിൽ പൊങ്ങച്ചമില്ലാതെ, അഹങ്കാരമില്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാതെ, വിനയാന്വിതരായി അവർ മാന്യമായി നന്മയിൽ നടന്നു നീങ്ങുന്നവരാണ്. യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. രണ്ടാമത്തെ കാര്യം, വിവരദോഷികൾ, അവിവേകികൾ എന്തെങ്കിലും അന്യായമോ ദ്രോഹമോ അവരുടെ നാവ് കൊണ്ട് നമ്മോട് മൊഴിഞ്ഞാൽ ഖാലൂ സലാമ, അവരോട് മാന്യമായി സംവദിക്കുന്നവരായിരിക്കും. പ്രകോപിപ്പിച്ചാൽ, ചൊടിപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നവരല്ല അവർ. ഏറ്റവും മാന്യമായ മറുപടി പറഞ്ഞ് അവരോട് ഗുണകാംക്ഷയിൽ സംവദിക്കുന്നവരായിരിക്കും. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വാക്കും നമ്മുടെ കാൽവെപ്പുകളും നന്നാക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലുണ്ട്. മറ്റൊരായത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തു ഗാഫിറിലെ ആയത്താണ്. യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയുന്നു. സഹോദരങ്ങളെ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന റബ്ബിനെ കുറിച്ച് ബോധമുള്ളവൻ അവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കും. ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും ഹൃദയത്തിൻ്റെ ദുർമന്ത്രണങ്ങളും അറിയുന്ന റബ്ബിനെ ഭയക്കേണ്ടതുപോലെ ഭയക്കുന്നവൻ ഹൃദയത്തിലെ ചിന്തകളെ നിയന്ത്രിക്കും. ഇവിടെ നമ്മുടെ കാഴ്ചയും നമ്മുടെ ചിന്തയും നിയന്ത്രിക്കാനുള്ള ഉത്ബോധനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്രയും നമ്മൾ സംസാരിച്ചത് ശൈത്താൻ്റെ ചുവടുകൾ, അതിലേക്ക് നമ്മെ ശൈത്താൻ നയിക്കുന്ന അവൻ്റെ പ്രവേശന കവാടങ്ങളും അവൻ മനുഷ്യർക്ക് മുമ്പിൽ സ്ഥാപിക്കുന്ന കടമ്പകളും മനുഷ്യർ അവനെ അനുഗമിക്കുന്ന അവരുടെ കാൽവെപ്പുകളും നോട്ടവും ചിന്തയും വാക്കും പ്രവർത്തനവുമെല്ലാമാണ്. ഇത് മൊത്തത്തിൽ ശൈത്താൻ്റെ ഈ ഖുത്വാത്തുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന
അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇതിനുള്ള പരിഹാരം, എങ്ങനെ ശൈത്താൻ്റെ ഖുതുവാത്തുകളെ നമുക്ക് അനുഗമിക്കാതെ സുരക്ഷിതരാകാം, എങ്ങനെ ഇസ്ലാമിലേക്ക് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ സമ്പൂർണ്ണമായി പ്രവേശിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇതിന് നമുക്ക് പരിഹാരമോതുന്ന ഒരായത്തും ഒരു ഹദീസും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമതായി സൂറത്തു നൂറിലെ 52-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നവൻ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നതാണ് ഒന്നാമത്തെ പോംവഴി. ശൈത്താൻ്റെ കാൽവെപ്പുകളെ പിന്തുടരാതിരിക്കാൻ, ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കാൻ, പൂർണ്ണ മുസ്ലിമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളെ അനുസരിക്കാതെ നിർവാഹമില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തലപ്പത്ത് ശിരസായി നിൽക്കുന്നത്, അടിത്തറകളിൽ അടിത്തറയായി നിൽക്കുന്നത് തൗഹീദാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച, അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മോട് അവൻ നിയമമാക്കിയ ഏറ്റവും മഹനീയമായ നന്മ, ഏറ്റവും വലുപ്പമുള്ള, ഏറ്റവും ഉന്നതമായ നന്മ തൗഹീദാണ്. തൗഹീദില്ലാത്തവൻ എന്തു നന്മ പ്രവർത്തിച്ചാലും അത് ഫലശൂന്യമാണ്. നമുക്കറിയാം, അഅ്ളമു മാ അമറല്ലാഹു ബി അത്തൗഹീദ്. അള്ളാഹുവിനെ തൗഹീദ് സാക്ഷാത്കരിച്ചുകൊണ്ട് അനുസരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, അവിടുത്തെ സുന്നത്തിനെ സമ്പൂർണ്ണമായി ഇത്തിബാ ചെയ്യുക. തൗഹീദ് നമ്മൾ നടപ്പിലാക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അച്ചിൽ വാർത്തെടുത്തിട്ടാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ആദ്യ ഭാഗത്തെ തൗഹീദിനെ കുറിച്ച് നമ്മൾ ഘോരഘോരം ശബ്ദിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മാത്രമല്ല തൗഹീദുള്ളത്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ രണ്ടാം പാതിയിലും തൗഹീദുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. ഇബാദത്തിന്റെ ഏതേതംശവും അല്ലാഹുവിനു മാത്രമേ ഞാൻ വകവെച്ചു നൽകുകയുള്ളൂ, അവനും മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ തൗഹീദ് എന്താണ്? ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ് എന്നതാണ് അവിടുത്തെ തൗഹീദ്. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ ഞാൻ പിൻപറ്റൂ. അനുധാവനം ചെയ്യാൻ, മാതൃകയാക്കാൻ, പിൻപറ്റപ്പെടാൻ ന്യായമായി അർഹതയുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. ആരെങ്കിലും ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഞാൻ പിൻപറ്റുന്നുവെങ്കിൽ, ആരെങ്കിലും ഞാൻ മാതൃകയാക്കുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ പിൻപറ്റുന്നുവെങ്കിൽ മാത്രം. അല്ലാത്തവരനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ലാ ത്വാഅത ലിൽ ഖൽഖി ഫീ മഅസിയത്തിൽ ഖാലിഖ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദതൈൻ, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും സമ്പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, ഷഹാദത്ത് സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ഇതാണ് പൂർണ്ണ മുസ്ലിമാകാനുള്ള, ശൈത്താൻ്റെ കാൽപ്പാടുകളിൽ നിന്ന് സുരക്ഷിതനാകാനുള്ള ഒന്നാമത്തെ മന്ത്രം. രണ്ടാമതായി വയഖ്ശല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകുക നമ്മൾ. ആരെക്കാളും എന്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്ന, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, ആരെക്കാളും എന്തിനേക്കാളും അവനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന, ഇബാദത്തിൻ്റെ സ്തംഭങ്ങൾ സ്നേഹം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും ഭയപ്പാടുകൊണ്ടും മഹബത്തും ഖൗഫും റജാഉം ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ യഥാവിധം ഭയപ്പെടുന്നവരായി നമ്മൾ മാറുക. വയഖ്ശല്ലാഹ്, അതിനെന്ത് വേണം? അള്ളാഹുവിനെ ഭയപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒറ്റമൂലി എന്താണ്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്, ഇൽമുള്ളവർ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കണമോ? അള്ളാഹുവിൻ്റെ ദീൻ കറകളഞ്ഞ ഉറവിടത്തിൽ നിന്ന് തെളിവുകൾ കൊണ്ട് സമ്പന്നമാക്കി പഠിച്ചാലല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, മരിക്കുവോളം പഠിക്കുക, ദിവസവും പഠിക്കുക. എന്നും ജീവിതത്തിൽ ഒരു സമയം, നിത്യജീവിതത്തിൽ ഒരു ചുരുങ്ങിയ മിനിറ്റുകളെങ്കിലും അല്ലെങ്കിൽ കേവലം സമയമെങ്കിലും
അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി, ദീനിലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ഇന്ന് പഠിക്കാത്തൊരായത്ത് നാളെ, ഇന്ന് കേൾക്കാത്തൊരു ഹദീസ് നാളെ, ഇന്ന് അറിയാത്തൊരു മസ്അല പുതിയൊരു മസ്അല നാളെ, ഇങ്ങനെ ഓരോ ദിവസവും ദീനിൽ നിന്ന് പുതിയ പുതിയ അറിവ് നമ്മൾ പകർന്നെടുക്കുക. അറിവിൻ്റെ മഹാസാഗരത്തിലെ അതിൻ്റെ ഓരത്തെങ്കിലും സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിന് ഭയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ചെയ്യുന്നവരാകുക, തഖ്വ പാലിക്കുക. തഖ്വല്ലാഹി അമലൻ ബിത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അവൻ്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് സ്വർഗം മോഹിച്ച് പ്രവർത്തിക്കുക. തഖ്വയുടെ ആദ്യ ഭാഗം ഇതാണ്. അള്ളാഹു ഹറാമാക്കിയത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ്റെ ശിക്ഷയെ പേടിച്ച് അകറ്റി നിർത്തുക. ഇങ്ങനെ തഖ്വയുള്ളവരാകുക. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ മഹാനായ റബ്ബിനെ ഭയപ്പെടുക, അവൻ അവതരിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ ജീവിത വിഭവമായി നമുക്ക് ലഭിക്കുന്നത് തുച്ഛമാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുക. യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി പാഥേയമൊരുക്കുക. ഇങ്ങനെ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. ഫഉലൈക ഹുമുൽ ഫായിസൂൻ. അവരാണ് യഥാർത്ഥ വിജയികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കുന്ന, പിശാചിൻ്റെ കാൽപ്പാടുകൾക്ക് വശംവദരാകാത്ത വിജയികൾ അവരാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഹദീസ് ഇതാണ്, ഞാൻ ചുരുക്കുകയാണ്. മഹാനായ സ്വഹാബി ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം തിർമിദിയുടെ സുനനിൽ വായിക്കാവുന്ന, ഷെയ്ഖ് അൽബാനി സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നജാത്ത്, എന്താണ് രക്ഷാമാർഗം, എന്താണ് വിജയത്തിൻ്റെ സൂത്രവാക്യം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. ഒന്നാമതായി അവിടെ എണ്ണിയതാണ്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. വൽ യസഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമാകുക. ഫിത്നകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നിന്റെ വീട് നിനക്ക് അഭയമായി മാറുക. എന്നാൽ ഇന്നത്തെ കാലത്തെ വീടുകളുടെ അവസ്ഥ എന്താണ്? വീട്ടിലാണ് സകല ഫിത്നകളും, നാട്ടിൽ നിന്നും അങ്ങാടിയിൽ നിന്നും കൊണ്ടുവെക്കുന്നത്. ഒന്നും വേണ്ട, ഈ സാധനം മതി, സ്മാർട്ട് ഫോൺ മതി. വീടിൻ്റെ അകത്തളങ്ങളിൽ തനിക്കനുവദിച്ചൊരു സ്പേസിൽ വിരൽത്തുമ്പിൽ നിർബാധമൊഴുകുന്ന ഇൻ്റർനെറ്റിൽ സാധിക്കാവുന്ന, ആസ്വദിക്കാവുന്നതെല്ലാം, സകല ഫിത്നകളും വീടിനകത്തളങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വീട് വിശാലമാകണമെങ്കിൽ, ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാകണമെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറിച്ചെറിയണം. അങ്ങനെ നിന്റെ വീട് നിനക്ക് ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാകുക. മൂന്നാമത്തെ കാര്യം, നിന്റെ തിന്മകളെക്കുറിച്ചോർത്ത് നീ കരയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗബയും ഇസ്തിഗ്ഫാറും കാഴ്ചവെക്കുന്ന തിന്മകളെക്കുറിച്ചുള്ള, ശിക്ഷയെക്കുറിച്ചുള്ള, നരകത്തെക്കുറിച്ചുള്ള പേടി നിന്നെ കരയിപ്പിക്കുന്ന കണ്ണുനീർ നീ വാർക്കുക. വബ്കി അലാ ഖതിഅതിക്. ഇതാണ് വിജയമന്ത്രമെന്ന്, രക്ഷാമാർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, യാ മിസ്കീൻ, ഓ സാധുവായ മനുഷ്യ, അൻത മുസീഉൻ വതറ അന്നക മുഹ്സിൻ, നീ പാപിയാണ്, നീ ദോഷിയാണ്, പക്ഷേ നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതോ നീ വലിയ സുഹൃതവാനാണ്, നീ വലിയ സൽക്കർമ്മിയാണ് എന്നാണ്. വഅൻത ജാഹിലുൻ വതറ അന്നക ആലിം, നീ വിവരദോഷിയാണ്, നീ വിവരമില്ലാത്തവനാണ്, പക്ഷെ നീ വിചാരിക്കുന്നതോ നിന്നെക്കുറിച്ച് നീ വലിയ പണ്ഡിതനാണ്, നീ വലിയ അറിവാളനാണ് എന്നാണ്. വഅൻത ബഖീൽ വതറ അന്നക കരീം, നീ പിശുക്കനാണ്, നീ ലുബ്ധനാണ്, നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ധർമ്മിഷ്ഠനാണ്, ഉദാരവാനാണ് എന്നാണ്, പക്ഷേ നീ പിശുക്കനാണ്. വഅഹ്മഖ് വതറ അന്നക ആഖിൽ, നീ വിഡ്ഢിയാണ്, പക്ഷേ നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതോ നീ വലിയ ബുദ്ധിമാനാണ് എന്നാണ്. അജലുക ഖസീർ, ഓ സാധുവായ മനുഷ്യ, നീ തോന്നിവാസിയായിട്ടും സുഹൃതവാനായി നിന്നെ കാണുന്നുവെങ്കിൽ, നീ വിവരദോഷിയായിട്ടും നിന്നെ പണ്ഡിതനായി കാണുന്നുവെങ്കിൽ, നീ ലുബ്ധനായിട്ടും പിശുക്കനായിട്ടും നിന്നെ ഉദാരനായും ധർമ്മിഷ്ഠനായും നീ കാണുന്നുവെങ്കിൽ, നീ വിഡ്ഢിയായിട്ടും നിന്നെ വലിയ ബുദ്ധിമാനായി നീ കാണുന്നുവെങ്കിൽ, എന്താണ് നിന്റെ അവസ്ഥ?
അജലുക ഖസീർ, നിന്റെ അവധി വളരെ പരിമിതമാണ്. ദുനിയാവിലെ നിന്റെ ആയുസ് നൈമിഷികമാണ്. വഅമലുക തവീൽ, പക്ഷേ ദുനിയാവിനെ കുറിച്ചുള്ള നിന്റെ വ്യാമോഹങ്ങളോ അത് അപാരമാണ്, അത് സുദീർഘമാണ്. നീ പെട്ടെന്ന് മരിക്കുമെന്ന ചിന്ത നിന്നെ അലട്ടാതെ, സ്വയം മതിമറക്കുന്ന മനുഷ്യ, നിനക്ക് നന്നാവാൻ ഇത് പോരെ യാ മിസ്കീൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മഹാനായ അൽ-ഇമാം അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹം സിയറിൽ ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ ഈ അസർ കൊണ്ടുവന്ന് അതിന് കൊടുക്കുന്ന ഒരു തഅലീഖുണ്ട്, അതുകൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഈ അസർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഐ വല്ലാ, അല്ലാഹു സത്യം, സദഖ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞത് എത്ര സത്യമാണ്. വഅൻത ളാലിമുൻ വതറ അന്നക മദ്ലൂം, നീ അക്രമിയാണ്, നീ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനാണ്, പക്ഷേ നിന്റെ വാദം ഇരവാദമാണ്, നീ ദ്രോഹിക്കപ്പെട്ടവനാണ്, നീ മർദ്ദിതനാണ് എന്നാണ് നിന്റെ ഭാഷ്യം. വആകിലു ലിൽ ഹറാം വതറ അന്നക മുതവര്യ, നീ ഹറാം ഭുജിക്കുന്നവനാണ്, ഹലാലായത് തിന്നുന്നവനല്ല നീ, പക്ഷേ നീ നിന്നെക്കുറിച്ച് കാണുന്നതോ അന്നക മുതവര്യ, നീ വലിയ സൂക്ഷ്മാലുവാണ് എന്നാണ്, നീ സൂക്ഷ്മയുടെ അങ്ങേ തലത്തുള്ളവനാണ് എന്നാണ് നിന്റെ വിചാരം, പക്ഷെ നിന്റെ സമ്പാദ്യം ഹറാമാണ്. വഫാസിഖുൻ വതഅതഖിദു അന്നക അദ്ലുൻ, നീ അധർമ്മിയാണ്, നീ തോന്നിവാസിയാണ്, പക്ഷേ നീ നിന്നെക്കുറിച്ച് വിശ്വസിക്കുന്നതോ നീ വലിയ നീതിമാനും സൽക്കർമ്മിയുമാണ് എന്നാണ്. വതാലിബുൽ ഇൽമി ലിദ്ദുനിയ, നീ ഇഹലോകത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രകാശം വിജ്ഞാനം തേടുന്നവനാണ്, അന്വേഷിക്കുന്നവനാണ്, ദുനിയാവിൻ്റെ നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി. വതറ അന്നക തത്ലുബുഹു ലില്ലാ, പക്ഷേ നീ വിചാരിക്കുന്നതോ അള്ളാഹുവിന് വേണ്ടി നീ അത് തേടുന്നു എന്നാണ്. അഅദന അല്ലാഹു വഇയ്യാകും മിൻ ഹാദിഹിൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.